ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് ഇങ്ങനെ ലുലു മോളിലൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിൽ. ഏറ്റവും വലിയ കാര്യം, ആദ്യമായിട്ടാണ് ഞാൻ ലുലു മോളിൽ വരുന്നത്. അപ്പോൾ ലുലു മോൾ കാണണമെന്ന് കുറേ നാളത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ സിനിമാ പ്രൊമോഷണൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് എറണാകുളത്തെ ലുലു മോളിലാണ്. പക്ഷേ ആദ്യമായിട്ട് ഇവിടെ വന്നെത്തി ലുലു മോൾ കാണാനും സാധിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി പങ്കെടുക്കാനും സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു ലുലു മോൾ ആൻഡ് താങ്ക് യു ക്ലബ് FM. ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിയാണ്, ഈ മേർഡർ മിസ്റ്ററീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് മേർഡർ മിസ്റ്ററീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 10, 15, 20 വർഷത്തിൻ്റെ കണക്കെടുത്താൽ മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ഈ ഒരു ജോണറിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ്. കാരണം എല്ലാ സിനിമകൾക്കും ഒരു അളവ് വരെ ഒരു കോമൺ പാറ്റേൺ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ സിനിമകളെയൊക്കെ വ്യത്യസ്തമാക്കുന്നത് സിനിമയുടെ മിസ്റ്ററി ചുരുളഴിയുമ്പോൾ ഉള്ള ഒരു ബാക്ക് സ്റ്റോറിയാണ്. ആ ബാക്ക് സ്റ്റോറി തീർച്ചയായിട്ടും ഈ സിനിമയുടെ ബാക്ക് സ്റ്റോറി ഇതിനു മുമ്പ് മലയാള സിനിമയിൽ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു ബാക്ക് സ്റ്റോറി ഈ സിനിമയ്ക്കുണ്ട്. അത് വളരെ വ്യത്യസ്തമായിട്ട് കൈകാര്യം ചെയ്യാനും ഒരു പുതിയ വിഷ്വൽ പാറ്റേണിൽ അത് ട്രീറ്റ് ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും ഒക്കെ നമ്മുടെ സംവിധായകൻ ജിതിൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഥ കേൾക്കുമ്പോൾ ശരിയാണ്, തിരുവനന്തപുരത്ത് വന്ന് ശംഖുമുഖത്ത് ഞാൻ മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ജിതിൻ എൻ്റെ അടുത്തൊന്ന് കഥ പറയുന്നത്. എപ്പോഴും കഥ കേട്ട് ഇമ്പ്രസ്ഡ് ആകുമ്പോഴാണല്ലോ നമ്മളൊരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തു. അതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് ജിതിനോട് പറഞ്ഞ് ഇനി ഒരിക്കലും പോലീസ് വേഷം ചെയ്യില്ല എന്നാണ്. അങ്ങനെയല്ല, കുറച്ച് കാലത്തേക്ക് പോലീസ് വേഷങ്ങൾ ചെയ്യേണ്ടെന്ന് ഓർത്ത് മാറി നിൽക്കുന്ന സമയത്താണ് ജിതിൻ വന്ന് ഈ ഒരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ സിനിമയുടെ ഭാഗമാവാൻ ഞാൻ തീരുമാനിച്ചു. പ്ലസ് ഇവിടെ അഷികയൊക്കെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ഫീമെയിൽ ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. അധികം നമ്മൾ ഈ ഒരു ജോണർ പടത്തിൽ അധികം അങ്ങനെ ഫീമെയിൽ ആക്ടേഴ്സിനെ കാണാറില്ല. പക്ഷേ ഇതിൽ ഒരുപാട് മെയിൻ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ആക്ടേഴ്സാണ്. ആൻഡ് ബാക്ക് സ്റ്റോറി ഡിഫറെൻ്റ് ആണ്. ആൻഡ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തിന് ശേഷം ഞാനൊരു പോലീസ് വേഷം ചെയ്യുന്നു. സോ സംതിങ് ഡിഫറെൻറ്റ്, സംതിങ് ഇൻട്രസ്റ്റിംഗ്. സോ അങ്ങനെയാണ് തീരമെന്ന സിനിമയിലേക്ക് ഞാൻ വരുന്നത്.